വണ്ടൂർക്കോണം ഗ്രാമപഞ്ചായത്തിൽ പ്രസിഡന്റിന്റെ മകന്റെ നേതൃത്വത്തിലുള്ള ഗുണ്ടാ സംഘം പഞ്ചായത്തിന്റെ പ്രവർത്തനത്തിനെ താളം തെറ്റിക്കുന്നു എന്ന ആക്ഷേപം ഉന്നയിച്ച് പ്രതിഷേധം ശക്തമാകുന്നു. കഴിഞ്ഞ ദിവസം വാർഡിലെ കുടിവെള്ള വിതരണവുമായി ബന്ധപ്പെട്ട അപാകത ചൂണ്ടിക്കാട്ടിയ ശ്രീപാദം വനിതാ വാർഡ് മെമ്പറായ ലക്ഷ്മി ദേവിയെ ആക്രമിച്ചതിന്റെ ഭാഗമായി ഇന്നിപ്പോൾ പ്രതിഷേധ പ്രകടനം അരങ്ങേറി. രാവിലെ പഞ്ചായത്ത് കമ്മിറ്റി LDF മെമ്പർമാർ പരസ്യമായി ബഹിഷ്കരിച്ച് പഞ്ചായത്തിന് മുന്നിൽ പ്രതിഷേധിച്ചു. തുടർന്ന് LDFന്റെ നേതൃത്വത്തിൽ പഞ്ചായത്തിലേക്ക് ബഹുജന മാർച്ചും നടന്നു. പഞ്ചായത്തിൽ പുതുതായി അധികാരത്തിലേറിയ UDF ഭരണസമിതി പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഏകപക്ഷീയമായി പ്രവർത്തിക്കുന്നു. കൂടാതെ മകന്റെ നേതൃത്വത്തിലുള്ള സംഘം പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങളിൽ ഇടപെടുന്നത് വലിയ തോതിലുള്ള പരാതികൾ ഉയർന്നിട്ടുണ്ട്. പ്രസിഡന്റിനേക്കാൾ കൂടുതലായി കാര്യങ്ങൾ നിർവഹിക്കുന്നത് മകൻ എന്നുള്ള ആക്ഷേപമാണ് ശക്തമായി ഉയർന്നിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇടതുപക്ഷത്തിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്തിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്തിയത്. വരും ദിവസങ്ങളിൽ ഈ പ്രവർത്തനം തുടരുകയാണെങ്കിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും ഇടത് നേതാക്കൾ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും പഞ്ചായത്തിലെ വനിതാ മെമ്പർക്ക് നേരെയുണ്ടായ കയ്യേറ്റ ശ്രമത്തിൽ പ്രസിഡന്റിന്റെ മകന്റെ പേരിൽ മംഗലാപുരം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തതായും ഇടതുപക്ഷ വാർഡ് മെമ്പർമാർ അറിയിച്ചു.